ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ അടുത്ത കമന്റ് വരും കയറെന്ന്. ഞണ്ട് ചത്തതാണോ 10 വയസ്സ് വരണ്ട. ഇന്ന് നമ്മൾ ബോംബെക്ക് വിടുന്ന ഞണ്ടാണ്. മഹാരാഷ്ട്ര ബോംബെയില് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 5 സ്റ്റാർ ഹോട്ടലുകളിൽ പിന്നെ കുറച്ച് ശ്രീലങ്കൻ റെസ്റ്റോറന്റുകളിലൊക്കെ നമുക്ക് നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ അടുത്ത കമന്റ് വരും കയറെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എത്രയുണ്ട്? 692. അപ്പൊ 1.5 കിലോ നേരത്തെ പറഞ്ഞ ഞണ്ടാണ്. അപ്പൊ ഇതിന് കയറ് നമ്മൾ കൂടുതൽ കെട്ടും. എപ്പോഴും കയറ് കെട്ടണതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞണ്ടേ നോക്കിയേ, ഈ ഭാഗം നമുക്ക് ഒരിക്കലും ക്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഈ ഞണ്ടിന്റെ ഈ ഭാഗം ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കയറി കടിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ടൈറ്റ് ചെയ്യും. രണ്ടാമത്തത് ഈ ടേക്കണ കയറ് കണ്ട ചണക്കയറാണ്. ചണക്കയറാകുമ്പോഴത്തേക്ക് ഒരു ഉപകാരമുണ്ട്, നന്നായിട്ട് വെള്ളം പിടിച്ച് അത്രയും നിന്നോളൂ. പിന്നെ മൂന്നാമത്തെ ഉപകാരം നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കൂടി കിട്ടും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതുണ്ട്, ഇത് ഫീമെയിൽ ഞണ്ടാണ് കേട്ടോ. നോക്കി, പോള എങ്ങാത്ത ടൈപ്പ് ഫീമെയിൽ ഞണ്ടാണ്. ഇതൊക്കെ ഞങ്ങൾ 3 കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒന്ന് വെച്ചാൽ 4 കിലോ 4 കിലോ ഞണ്ട്. 3 വെച്ചപ്പോൾ 4 കിലോ ഞണ്ട്. ഇതിപ്പോ മഹാരാഷ്ട്രക്ക് എത്ര കിലോ പോകുന്നുണ്ട്? 5 കിലോന്റെ ഓർഡർ ഉണ്ട്. 5 കിലോന്റെ ഇത് നമ്മൾ എങ്ങനെ ഷിപ്പ് ചെയ്യും? ട്രെയിനിലാണ്. എല്ലാ സാധനവും ട്രെയിനിൽ തന്നെ. ഇപ്പൊ ഇങ്ങനത്തെ കൊട്ടകളിൽ ഇതുണ്ട്, ഇത് ട്രെയിനിലാക്കിയാണ് ഈ സാധനം വിടുന്നത്. പേര് കാണിച്ചു തരൂല്ലോ ടാർക്കോ. അപ്പൊ ഇത് ട്രെയിനിലാക്കി ഈ സാധനം വിടുന്നത്. ഇതിൽ വിടാറുണ്ട്, ഈ ബോക്സുകളിൽ വിടാറുണ്ട്, പിന്നെ ബ്ലാക്ക് ഈ ടൈപ്പ് ബോക്സുകളിലേക്ക് വിടാറുണ്ട് നമ്മൾ. നമുക്കിപ്പോ ഡെയിലി ഉള്ള ഓർഡർ ആണ് ഇതൊക്കെ? സ്ഥിരമുള്ള ഓർഡർ ആണോ? ഇത് നമുക്ക് വീക്ക്ലി വൺസേ ഉള്ളൂ. 5 കിലോ 10 കിലോ ബോംബെക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഡെയിലി ബാംഗ്ലൂർക്കാണ് ഓർഡർ. ഒരു 30 കിലോ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ മൈസൂർ എക്സ്പ്രസിന് കയറ്റി വിടുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലേക്ക്, പല ഹോട്ടലുകളിലേക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അവിടെ പോയി നിന്ന് ഫസ്റ്റ് മാർക്കറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ എപ്പോഴും ആൾക്കാർ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ബ്രോയാലും പറയാറില്ല, നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കണം. അതെ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ്. നമ്മൾ പോയി നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാരെ കണ്ട്, കാരണം ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ 10 പൈസ തിരിച്ചു കിട്ടാത്ത സിസ്റ്റം ഉണ്ട്. എനിക്കറിയാം, കാരണം വരാല് വിറ്റ സമയത്ത് ഇതെല്ലാം കൊടുത്ത സമയത്ത് ഒന്നും കിട്ടും. ഇത് നമ്മൾ പോയി നിന്ന് ഇത് ലൈവായിട്ട് പോകണം കേട്ടോ. വേറെ കാര്യമുണ്ട്, കസ്റ്റമർ റിട്ടൻഷൻ റേഷ്യോ 100%. അതെ, അതായത് ഒരാൾ ഓർഡർ ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത ഓർഡർ നമുക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും നമ്മുടെ ഇന്ന് റിപ്പീറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഞണ്ട് ചത്തു പോവുകയാണെങ്കിലോ മീറ്റ് കുറവാണെന്നും പറഞ്ഞ് ഫോട്ടോ അയച്ചു തരുവാണെങ്കിൽ ഫുൾ റീഫണ്ടാണ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ. അതെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 10-12 പേർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഇത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും റെയിൽവേയിൽ തോന്നിയ വഴിയാണ് യൂസ് ചെയ്യുന്നത്. എടുത്തെറി ഈ സാധനമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇത്ര കെട്ടി വയർട്ടാക്കിയിട്ട് നല്ല സുന്ദരമാക്കി കൊണ്ടുപോയെന്ന് വെച്ചോ. ഇത് റെയിൽവേയിൽ പറഞ്ഞതിൻ്റെ മെയിൻ കാര്യമാണ്. ഇത് ഒരു 10-20 കിലോ നമ്മൾ ബാംഗ്ലൂർക്ക് വിറ്റാലും 100 രൂപ താഴെ കാശാവുള്ളൂ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ.